നമ്മളെ പുതിയ വല പിടിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടറ്റം കയറും പിടിച്ച് വലിച്ചിട്ട് അത് ടൈറ്റാക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ സെറ്റാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വല ഇതുവരെക്കും നമ്മൾ വെള്ളത്തിൽ തൊടിച്ചിട്ടില്ല. ഫസ്റ്റ് വീശിൽ അൻസാറിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അൻസാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീശിയിട്ട് നമ്മളെ വലയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം നമുക്ക് കേട്ടോ. ആ നമ്മൾ വീശാൻ പഠിക്കാന്ന് വെച്ചാൽ ചൈനക്കാരെ ട്രിക്സിലൊക്കെ പിടുത്തണം. അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. സാധാ ഇങ്ങനെ ഇട്ടിട്ടല്ലേ വീശ, ഇതങ്ങനെയല്ല. ഇത് മൊത്തം കയ്യിൽ പിടിച്ചിട്ട് വീശാനുള്ള പരിപാടിയാണ്. അത് നോക്കി നോക്കാം എന്താണ് എങ്ങനെയാണ് വിരിയാന്ന്. അൻസാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാ വീശൽ. ഇപ്പം നമ്മളെല്ലായിടത്തും കേരള സ്റ്റൈല് വീശലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതേ സെയിം വീശൽ തന്നെയാണ് ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം അതിൻ്റെ ഏകദേശം ലെവലിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റ് നമ്മൾ കുറച്ചെടുത്തിട്ട് ഈ കയ്യുമ്മ ഇങ്ങനെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ കേരള സ്റ്റൈൽ വീശൽ കേട്ടോ. ഈ ഒരു ലെവലിൽ പിടിച്ച് കേട്ടോ, ഈ ഒരു ലെവലിലാണ് നമ്മളെ വല ആദ്യമായിട്ട് കടൽ തൊടാൻ പോവാണ്. എന്താ റിസൾട്ട് എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷെ കുറച്ച് ഇറങ്ങിപ്പോയിട്ടാണ് വീശണം കേട്ടോ. വില കുറവായ കാരണം കൊണ്ട് സിമ്പിളായിട്ട് നിന്ന് വീശാം നമുക്ക്. അൻസാറ് തിരിഞ്ഞ് കണ്ടിട്ട് വീശണ്ട. കേരള സ്റ്റൈൽ അത്യാവശ്യം വില പിരിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതിലെന്തെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ഇട്ടാം, നമ്മൾ വല സക്സസ് ഇട്ടാം. അപ്പോൾ ഇതിലെന്താണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം ആശ. വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി നോക്കാം. നല്ല തരാം. തിര കൂടുതലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നമ്മുടെ വലയിൽ നിർഭാഗ്യവശാൽ ഒന്നുമില്ല. ഫസ്റ്റ് വല വെള്ളത്തിൽ നനച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൽ എന്തെങ്കിലും ഉണ്ടാകും, പക്ഷെ അതിലൊന്നുമില്ല. ഇനി അടുത്ത പരിപാടി വല ക്ലീൻ ചെയ്യണ പരിപാടിയാണ് ചെയ്യണം. ഉണ്ടല്ലേ, കലക്ക് കലക്ക്. അടുത്ത വല സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട. പിടിക്കുന്നില്ല, കാലില്ലാത്തല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളെ വല വീശി പിടിക്കണ പരിപാടി ഉണ്ട്.
വിജടാ ഇമ്മക്കുണ്ട് കേട്ടോ. ഏകദേശം വല്ല കുക്കി കയറ്റണം. ഇത്തള് വീശിയെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വല വീശണത്. അപ്പോൾ വല അടുത്ത ക്ലീനിങ് പ്രോസസ്സിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.